നീറ്റ് സെൻറ്റേഴ്സ് അഡ്മിറ്റ് കാർഡൊക്കെ റിലീസായിട്ടുണ്ട്. എല്ലാവരും അത് നോക്കിയെന്ന് വിചാരിക്കുന്നു. സെൻറ്റേഴ്സിൻ്റെ ഒരു ഈ വർഷത്തെ ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. എല്ലാം ഗവൺമെൻറ് സ്കൂളുകളും ഇപ്പോൾ KV ഡയറക്റ്റ്ലി KV പോലെയുള്ള സ്ഥലങ്ങളും പിന്നെ ഗവൺമെൻറ് ആയിട്ടുള്ള കേരള ഗവൺമെൻറ് ആയിട്ടുള്ള നടത്തുന്ന സ്ഥലങ്ങളുമാണ്. ഗവൺമെൻറ് സ്കൂളുകൾ, ഗവൺമെൻറ് കോളേജസ്, ഇതുപോലെ സ്ഥലങ്ങളാണ് കുറച്ചും കൂടെ ടൗൺ ഏരിയ ആണ് കുറച്ചും കൂടെ പ്രിഫർ ചെയ്തത്. ഇപ്പം കോഴിക്കോടൊക്കെ നോക്കിയിട്ട് നമ്മൾ കളക്ട് ചെയ്തപ്പോൾ മനസ്സിലായത് ഏകദേശം ഒരു 40ഓളം സെൻറ്റർ ഉണ്ടെങ്കിൽ ആ 40ഉം ടൗൺ ഏരിയയിൽ തന്നെയുള്ള കോർപ്പറേഷനുള്ളിൽ തന്നെയുള്ള സെൻറ്ററുകളാണ്. ട്രിവാൻഡ്രത്തും ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ. അപ്പോൾ ടൗൺ ഏരിയയിലുള്ള ഗവൺമെൻറ് സ്കൂളുകളാണ് ഇത്തവണ. കഴിഞ്ഞ തവണ CBSE സ്കൂളുകളായിരുന്നു കൂടുതൽ, ഇത്തവണ ഗവൺമെൻറ് ഏരിയയിലുള്ള സ്കൂളുകളാണ്. പിന്നെ പലർക്കും ഈ പെരിഫറിയിലുള്ള ആളുകളല്ലേ വേറെ റീജിയനിലുള്ള ആളുകൾക്ക് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. കാര്യം സെൻറ്റർ ഏരിയ അല്ലെങ്കിൽ ടൗൺ ഏരിയയിലേക്കാണ്. അത് ഈ പറയുന്ന ഒരുപാട് ദൂരത്തേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ട്രാവൽ ചെയ്യുന്നതും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയും സെക്യൂരിറ്റി കൂട്ടാൻ വേണ്ടിയും പോലീസ് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്യിക്കാൻ വേണ്ടിയാണ്. നല്ല കാര്യം തന്നെയാണ്. ആ ഒരു ലീക്കേജ് ഒക്കെ തടയാൻ വേണ്ടി തന്നെയാണ് അത്രയും എഫേർട്ട് എടുത്തിട്ടുള്ളത്. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ സെൻറ്ററുകൾ എല്ലാവരും ഒന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കി, ഈ പറയുന്ന പോലെ 2 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്യേണ്ടതുണ്ട്. അത് മനസ്സിലാക്കി ട്രാവലിംഗ് ദൂരം ഐഡൻറ്റിഫൈ ചെയ്ത് തന്നെ തലേദിവസമൊക്കെ തന്നെ പറ്റുമെങ്കിൽ എത്താൻ പറ്റുന്ന രീതിയിൽ തന്നെ എല്ലാവരും പ്ലാൻ ചെയ്യാം. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്, നാളെ നമ്മൾ മാരത്തോൺ നമ്മൾ ആരംഭിക്കുകയാണ്. നിങ്ങൾക്കറിയാം കെമിസ്ട്രിയുടെ ഫുൾ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യും, നാളെ ഫിനിഷ് ചെയ്യും. അപ്പോൾ രാവിലെ 8 മണിക്ക് തുടങ്ങും. എല്ലാവരും ഉണ്ടാവണം, ഞാനും ഉണ്ടാകും. നമ്മൾ തുടങ്ങിയില്ലടാ മക്കളെ, ഇത് തുടങ്ങി ഒരു വഴിക്കങ്ങ് ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ, നമുക്കിത് ഫിനിഷ് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഇത് വിജയിക്കാൻ വേണ്ടി തന്നെ തുടങ്ങിയ യാത്രയാണ്. നമ്മളത് ഫിനിഷ് ചെയ്യണം, ഏറ്റവും ഭംഗിയിൽ ഫിനിഷ് ചെയ്യണം. എല്ലാവരും ഒരുമിച്ച് അടിപൊളിയായിട്ട് ശ്രമിക്കുക, തകർക്കാം. അപ്പോൾ നാളെ ഇന്നും നാളെയൊക്കെ നമുക്ക് പഠിക്കേണ്ടതാണ്. തകർക്കുക. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.